അതിവേഗ റെയിൽപാതയിൽ നിന്ന് കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത്. ഈ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിനൊപ്പം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആരോഗ്യ മേഖലയിലും ടൂറിസം മേഖലയിലും ഏറ്റവും ഒടുവിൽ റെയിൽ മേഖലയിലും വലിയ തോതിൽ അവഗണന നേരിടുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും അതിവേഗ റെയിൽപാത കണ്ണൂർ വരെ മാത്രമുള്ള ഒരു നടപടി, അതിൽ വലിയ പ്രതിഷേധമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അത് കൂടാതെ പ്രക്ഷോഭ പരിപാടികൾക്ക് കൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു പ്രശ്നം, ഈ അവഗണന, ഇത് സംബന്ധിച്ച് ജില്ലയിലെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ MLA മാർ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് കാണാം. അതിവേഗ റെയിൽപാത അതിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ കാസർഗോഡ് വരെ മാത്രമേ ഉള്ളൂ. ഞാൻ കാസർഗോഡ് MP എന്ന നിലയ്ക്ക് ഞാൻ ശക്തമായ ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ അതിവേഗ റെയിൽപാത കാസർഗോഡ് വരെ നീട്ടണം. കഴിയുമെങ്കിൽ അത് മംഗലാപുരം വരെ നീട്ടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ ഇതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ആരംഭിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ്. കാസർഗോഡ് വരെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി അത് മംഗലാപുരം വരെ നീട്ടണമെന്ന് പറഞ്ഞു. ഒരെണ്ണം മംഗലാപുരം വരെ നീട്ടി, ഒരെണ്ണം ഇപ്പോഴും കാസർഗോഡ് വരെയുള്ളൂ, അതും മംഗലാപുരം വരെ നീട്ടണം. ഇന്ന് വന്ദേ ഭാരത് ട്രെയിന് ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി ഓടുന്ന റൂട്ട് തിരുവനന്തപുരം മംഗലാപുരവും തിരുവനന്തപുരം കാസർഗോഡുമാണ്. തിരുവനന്തപുരം ജനശതാബ്ദി ഇപ്പൊ കണ്ണൂർ ഓട്ടം നിർത്തുകയാണ്. കണ്ണൂർ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിയോ, അവിടെ നിന്ന് കൂട്ടമായി ടെമ്പോ വാനുകളിലും ടാക്സികളിലും ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ വാഹനം പിടിച്ചാ വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ഈ പുതിയ റെയിൽപാത അത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. അതുപോലെ നമ്മുടെ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കണം. മാത്രമല്ല അലൈൻമെന്റും DPR നിശ്ചയിക്കുന്നതിന് മുമ്പ് വിശദമായ ചർച്ചകൾ ജനപ്രതിനിധികളെ നടത്തണം. അല്ലാതെ അലൈൻമെന്റ് ഉണ്ടാക്കി DPR ഉണ്ടാക്കിയിട്ട് പിന്നെ വെട്ടനും തിരുത്തലും നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാസർഗോഡിന് ഇത് അത്യന്താപേക്ഷിതമാണ്, ഈ പുതിയ തീവണ്ടിപ്പാത കാസർഗോട്ടേക്ക്. മാത്രമല്ല കഴിയുമെങ്കിൽ മംഗലാപുരം വരെ നീട്ടണം. റവന്യൂ ഇൻകം വന്ദേ ഭാരതിനെ പോലെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കും. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ റെയിൽപാത എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു DPR ഉണ്ടാക്കുന്നു എന്നാണ് അറിഞ്ഞത്. നേരത്തെ അർദ്ധ അതിവേഗ റെയിൽപാത അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അത് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടാത്തത് കൊണ്ട് അത് ഒഴിവാക്കി പുതിയ DPR തയ്യാറാക്കി കേരളത്തിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തത്തക്ക നിലയിലുള്ള സംവിധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത്. പക്ഷെ എന്ത് ആവട്ടെ, അത് കണ്ണൂർ അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് കാസർഗോഡിനുള്ള തികഞ്ഞ അവഗണനയാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ കാസർഗോട്ടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഇടപെട്ടാണ് അത് കാസർഗോഡ് വരെ നീട്ടിയത്. ഇത്തവണ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, അത് കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ പാടില്ല, കാസർഗോഡ് വരെ വിടണം. അതിനവർ ന്യായം പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് യാത്രക്കാരില്ല എന്നാണ്. തെറ്റായ വിവരമാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, ശരിയേ അല്ല. DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് തന്നെ എടുക്കണം, അല്ലാതെ കണ്ണൂർ കൊണ്ട് അവസാനിപ്പിച്ച് പിന്നീട് ഒരിക്കൽ നീട്ടാമെന്നൊക്കെ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തി ഈ നിർദ്ദിഷ്ട റെയിൽപാത കാസർഗോഡ് വരെ ആക്കുകയും ഈ അതിവേഗ തീവണ്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാകണം. അതല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം കാസർഗോഡ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. റെയിൽവേ കാസർഗോഡ് കാണിക്കുന്ന അവഗണനയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ കാലാകാലങ്ങളായി കാസർഗോട്ടെ ജനങ്ങളുടെ ദുരിതമെന്ന് പറയുന്നത് റെയിൽവേയുടെ ക്രൂരമായ അവഗണന. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പോൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ട്രെയിനുകൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ടാറ്റ പറഞ്ഞു പോവുകയാണ്. ഒരു സ്റ്റോപ്പുമില്ല കുറേ കാലമായി. ഇപ്പോൾ വരുമാനം ഇല്ല എന്നതിൻ്റെ പേരിലാണ് ഈ അതിവേഗ റെയിൽപാത കാസർഗോഡിലേക്ക് അനുവദിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പരിശോധിച്ചാൽ നമുക്ക് സാധിക്കും, ഇപ്പോൾ വന്ദേ ഭാരത്, അതുപോലെ തന്നെ രാജധാനി,
തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്, കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചാൽ വരുമാനം ഉണ്ടാകില്ല. ഇന്നിപ്പോൾ ആ ട്രെയിനുകൾക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും കിട്ടുന്നുണ്ട്. അധികാരികളെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള വരുമാനമാണ് ആ ട്രെയിനുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു അവഗണനയുടെ ഭാഗമാണ്. എന്തുകൊണ്ടോ റെയിൽവേയുടെ ഭൂപടത്തിൽ കാസർഗോഡ് ഇല്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവഗണനയ്ക്കെതിരെ പോരാടണം. സത്യത്തിനും ജില്ലപ്പിറവിക്ക് ശേഷം ഈ ജില്ല എന്നും അവഗണന മാത്രം നേരിട്ടിട്ടുള്ള ഒരു ജില്ലയാണ്. നമ്മുടെ ജില്ലയിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസനം ഉണ്ടായിട്ടുള്ളത് UDFൻ്റെ ഭരണകാലയളവിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജിൻ്റെ സമരം നടത്തുന്നു, അന്യായമായ ടോളിനെതിരെയുള്ള സമരം നടക്കുന്നു. അതിനിടയിലാണ് ഏറെ പ്രതീക്ഷ പുലർത്തിയ കേന്ദ്രവും കേരളവും പങ്കാളിത്തമുള്ള അതിവേഗ റെയിൽവേ അതിൽ നിന്ന് കാസർഗോഡിനെ ഒഴിവാക്കി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. സത്യത്തിനും കോവിഡ് മഹാമാരിയുടെ കാലത്ത് കർണാടക അതിർത്തി ഒന്ന് അടച്ചപ്പോൾ 22 പേരാണ് അർത്ഥത്തിൽ മരിച്ചുപോയത്. കോവിഡിലല്ല, രോഗം ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ലോകത്തിലെ ഒരേ ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ല. ആരോഗ്യ മേഖലയിലെ ദാരിദ്ര്യം, വിദ്യാഭ്യാസ മേഖലയിലെ ദാരിദ്ര്യം, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ജില്ലയെ ചേർത്ത് നിർത്തുന്നതിന് പകരം എയിംസിന് വേണ്ടിയുള്ള മുറവിളിയും ശക്തമായ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിന് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അവർ വികസന കാര്യത്തിൽ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അതിവേഗ റെയിൽവേയിൽ പോലും ഈ ജില്ല ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. വരും നാളുകളിൽ ഇലക്ഷനുകളിലൊക്കെ ഈ ജില്ലയിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള അവഗണന ശ്രദ്ധിക്കുന്നുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായി വിധിയെടുത്ത് ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സമസ്ത മേഖലയിലും അവഗണന തുടർന്ന കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഒടുവിലായി റെയിൽ മേഖലയിലും വലിയ അവഗണന നേരിടുന്നു എന്ന ഈ ആരോപണം ശക്തമായിരിക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് CPM-ഉം അതുപോലെ തന്നെ UDF-ഉം. ഒപ്പം BJP-യും ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ ചർച്ചാ വിഷയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.